നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രഷർ. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമോ? ഇവിടെ നോക്കാം. ഇതൊരു ഏരിയ, സർഫസ് ഏരിയ ആണ്. ഇതൊരു പ്ലെയിൻ ഷീറ്റാണ്. സപ്പോസ് ഇതിൻ്റെ ഏരിയ എ ആണെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു പ്ലെയിൻ സർഫസ് ഉണ്ട്, ഏരിയ എ ആണ്. ഇതുമ്പോൾ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. യൂണിഫോമായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫസ് ആണ്. നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫസ്, അതാണ് എഫ്. ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എല്ലായിടത്തും യൂണിഫോമായിട്ട് സ്പ്രെഡ് ആവുന്ന രീതിയിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്തത്. എ ഈസ് ദ ഏരിയ ഓഫ് ദ പ്ലേറ്റ് ഓർ സർഫസ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സർഫസ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോട്ടഡ് ബൈ പി. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് പെർ ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിൽ വരുന്ന ഫോഴ്സ്, അതാണ് പ്രഷർ. അപ്പോൾ പ്രഷർ കാണാനുള്ള ഫോർമുല എഫ് ബൈ എ ആണ്, ടോട്ടൽ ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഫോഴ്സ് എത്രയാണെന്ന് മനസ്സിലാവും. ബൈ ഹാർട്ടാക്കി വെക്കണം, ഈ ഫോർമുല ബൈ ഹാർട്ടാക്കണം. പിന്നെ പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയാമോ? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണും ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയറും. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് നമ്മൾ വേറൊരു പേര് പറയും പാസ്കൽ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് നമ്മൾ വേറൊരു പേര് പറയുന്നുണ്ട് പാസ്കൽ. പി എന്ന് എഴുതാം. പ്രഷർ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അടുത്ത നമുക്ക് അറ്റ്മോസ്ഫറിക് പ്രഷർ പഠിക്കാം. അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഷീറ്റ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഷീറ്റ് നമ്മൾ ഒരു സീ ലെവലിൽ, അതായത് ഗ്രൗണ്ടിൻ്റെ ലെവലിൽ നമ്മളൊരു ഇതുപോലത്തെ ഒരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമല്ലോ. അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് അല്ലേ, അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് കാരണം ആ പ്ലേറ്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എഫ് ബൈ എ കാണാൻ പറ്റും. അത് ഫിക്സഡ് ആയിരിക്കും. എർത്തിൻ്റെ സർഫസിൽ എല്ലായിടത്തും അത് ഫിക്സഡ് ആയിരിക്കും. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓൺ ദ എർത്ത് സർഫസ് ഓൾമോസ്റ്റ് സെയിം. അതാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത്. നമ്മളതിന് ഡിനോട്ട് ചെയ്യുന്നത് 1 അറ്റ്മോസ്ഫറിക് പ്രഷർ എന്നാണ്, 1 ATM എന്നാണ് നമ്മളതിന് പറയുക. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ ഉണ്ടാവുന്ന പ്രഷർ, അതാണ് അറ്റ്മോസ്ഫറിക് പ്രഷർ. 1 ATM എന്നാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ ബൈ ഹാർട്ടാക്കാനുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 1.0132 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഈ വാല്യൂ ബൈ ഹാർട്ടാക്കാനുള്ളതാണ്. ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. 1.01 എങ്കിലും പഠിച്ചു വെക്കുക. 1.01 ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ദ പ്രഷർ ഡ്യൂ ടു ദ അറ്റ്മോസ്ഫിയർ, അല്ലേ, ഒരു എർത്തിൻ്റെ സർഫസിൽ വരുന്ന പ്രഷർ. ഇത് ബൈ ഹാർട്ടാക്കി വെക്കണേ. ഓക്കെ.